Good morning everyone. ഇന്നത്തെ മാർക്കറ്റ് ഓപ്പണിംഗ് ഗ്യാപ് ഡൗൺ ആണ്. 175.75 പോയിൻറ്റ്സിൻ്റെ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് ഇന്ന് വരാൻ പോകുന്നത്. 24,202.35 ഇന്നത്തെ ഓപ്പണിംഗ് ലെവൽ. വലിയൊരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്. ഓൾമോസ്റ്റ് ഒരു 200 പോയിൻറ്റ്സ് അല്ലെങ്കിൽ 175.75 പോയിൻറ്റ്സിൻ്റെ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്. അപ്പോൾ നമ്മൾ ഇന്നലെ എക്സ്പെക്റ്റ് ചെയ്തതുപോലെ തന്നെ ആ ഒരു സൈഡ് വേസ് ഡേ ആയിട്ട് മാറുന്നത് കാണാൻ സാധിച്ചു. കൃത്യമായിട്ട് നമ്മൾ ആ ഒരു വീഡിയോയിൽ തന്നെ ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇപ്പോൾ ഫസ്റ്റ് ആ ഒരു ഡൗൺഫോൾ വന്നതിന് ശേഷം സൈഡ് വേസ് ആണ് ത്രൂ ഔട്ട് ദ ഡേ ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ട്രേഡ്സ് എടുക്കാൻ പറ്റിയില്ല. സൈഡ് വേസ് ആയതുകൊണ്ട് നല്ല രീതിയിൽ പ്രീമിയം DK കോൾ സൈഡും പുട്ട് സൈഡും ഉണ്ടായിരുന്നു. യെസ്, മാർക്കറ്റ് ഓപ്പൺ ചെയ്തു 24,200 ലെവലിലാണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ഓക്കെ, 24,202.35. അപ്പോൾ ഈ ഒരു വീക്ക്ലി ക്ലോസിംഗ് സ്ലൈറ്റ്ലി പോസിറ്റീവ് ക്ലോസിംഗ് ആണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഡൗൺ ആയ സ്ഥിതിക്ക് 175 പോയിൻറ്റ്സ് ഡൗൺ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നും നാളെയായിട്ടൊരു അപ്പ് മൂവ് എക്സ്പെക്റ്റ് ചെയ്യാം. വരുമെന്നാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. 24,400 ലെവൽ, 24,400ൻ്റെയും 600ൻ്റെയും ഇടയിലാണ് ഈ വീക്ക്ലി ക്ലോസിംഗ് വരിക എന്നാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് വെയിറ്റ് ചെയ്യാം. അത് ഇന്ന് ഡൗൺ ആയതുകൊണ്ട് തന്നെ നാളെയോ അല്ലെങ്കിൽ ഇന്ന് ആഫ്റ്റർനൂൺ സെഷനിലോ റിക്കവറി എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് ഞാൻ. അപ്പോൾ അതിനനുസരിച്ച് ട്രേഡ്സ് എടുക്കാൻ പറ്റുമോ നമുക്ക് നോക്കാം. ആസ് ഓഫ് നൗ നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം. $23,900 പുട്ട് ഓപ്ഷൻ ട്രേഡിംഗ് അറൗണ്ട് 115. നമുക്ക് 24,000 പുട്ട് ഓപ്ഷൻ തന്നെ നോക്കാം. അത് 150 അറൗണ്ടാണ് ട്രേഡ് ചെയ്തിട്ടുണ്ട്. $24,400 കോൾ ഓപ്ഷൻ, അതുപോലെ തന്നെ 24,350 കോൾ ഓപ്ഷൻ. $24,050 പുട്ട് ഓപ്ഷൻ. ഇതൊക്കെയാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ള സ്ട്രൈക്ക് പ്രൈസസ്. ഒരു ബൈയിങ് പ്രഷർ കാണുന്നുണ്ട്. നമുക്ക് ഫസ്റ്റ് 1 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസിങ്ങിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു പ്രോപ്പറായിട്ടുള്ളൊരു എൻട്രി വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം ട്രേഡ് എടുക്കാം. എന്തായാലും ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റ് വരാനുള്ള ചാൻസസ് ഉണ്ട്. ഇപ്പോൾ ഇനി എത്രത്തോളം താഴേക്ക് പോകുമെന്നുള്ളത് നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. ഇനിയും ലോവർ ലെവൽസിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് പുട്ട് ഓപ്ഷൻ എൻട്രി
പ്ലാൻ ചെയ്യാം. ആസ് ഓഫ് നൗ നമുക്ക് വെയിറ്റ് ചെയ്യാം. $24,350 കോൾ ഓപ്ഷൻ സ്ട്രൈക്ക് പ്രൈസ് ജസ്റ്റ് ഒന്ന് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാം. യെസ്, നമുക്കൊരു എൻട്രി എടുക്കാം. യെസ്, 139.490 ആണ് നമ്മൾ എൻട്രി എടുത്തിട്ടുള്ളത്. കോൾ ഓപ്ഷൻ എൻട്രി തന്നെയാണ് നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തതുപോലെ എടുത്തിട്ടുള്ളത്. അതിൻ്റെ ഒരു കൺഫർമേഷന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തു. യെസ്, മാർക്കറ്റ് ഒരു ബുള്ളിഷ് മൊമെൻറ്റം അതുപോലെ തന്നെ ഗ്യാപ്പ് ഫില്ലിംഗ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ചധികം എൻട്രീസ് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കൺഫർമേഷൻ കിട്ടുന്നതിനനുസരിച്ചിട്ട് ആഡ് ചെയ്യാം. അപ്പോൾ അങ്ങനെ നമുക്ക് പിരമിഡ് ചെയ്ത ഈ ഒരു പൊസിഷൻ നല്ല രീതിയിൽ റൈഡ് ചെയ്യാൻ പറ്റുമെന്ന് ആണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും വെയിറ്റ് ചെയ്യാം. ഒരു ഓപ്പർച്യൂണിറ്റി അതുപോലെ തന്നെ കൺഫർമേഷനും ബേസ് ചെയ്തിട്ട് മാത്രമേ എൻട്രി എടുക്കാനും അതുപോലെ തന്നെ ആഡ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. ആസ് ഓഫ് നൗ 1 lot ഓൾമോസ്റ്റ് 140 ആണ് ആവറേജ് പ്രൈസ്. 24,350. ഡേ ഹൈ വന്നിട്ടുള്ളത് 190 ലെവലൊക്കെയാണ്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ ഒരു മൊമെൻറ്റം ഇതുവരെ പോകുന്നുണ്ടെന്ന് നമുക്ക് നോക്കാം. ആസ് ഓഫ് നൗ 1 lot ആണ് എടുത്തിട്ടുള്ള. അടുത്ത അഡീഷൻസ് വരുമ്പം അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, യെസ്, ഒരു നല്ലൊരു മൊമെൻറ്റം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ പൊസിഷൻ 1200 പ്രോഫിറ്റിലാണ് ആസ് ഓഫ് നൗ. നമ്മൾ കൂടുതൽ ലോട്ട്സ് ആഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല, അതിനുള്ളൊരു ഓപ്പർച്യൂണിറ്റി വന്നിട്ടില്ല. അപ്പോൾ അതിനായിട്ട് വെയിറ്റ് ചെയ്യണം. മേ ബി ഒരു 24,280 ആണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. 400 അല്ലെങ്കിൽ 600 ലെവലിലേക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാൻ മാത്രമേ നമുക്കിപ്പോൾ പറ്റൂ. ഇറ്റ്സ് ഓൾറെഡി 160 പ്ലസ്സിലുണ്ട്. ഒരു ലോട്ടായാലും 2 ലോട്ടായാലും എത്രയായാലും നമുക്ക് ആ ഒരു ഡിസിപ്ലിൻ കൃത്യമായിട്ട് എല്ലാ ട്രേഡിലും കാണിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ഇതിനുള്ള 2 പ്രീവിയസ് എൻട്രീസ് ഉണ്ടായിരുന്നു. പക്ഷേ ആ എൻട്രീസിന് അതിൻ്റേതായ ഒരു റിസ്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും പ്രോപ്പറായിട്ടുള്ളൊരു എൻട്രി വരികയാണെങ്കിൽ മാത്രം ആഡ് ചെയ്യാമെന്ന്. ചെയ്യുന്നത് ഫുൾ ബാക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. ആ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു കൺഫർമേഷൻ ഉണ്ടെങ്കിൽ മാത്രം എൻട്രി ചെയ്യുക എന്നുള്ളത് ഏറ്റവും ബേസിക്കായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് എൻ്റർ ചെയ്ത് കുറേ ലോട്ട്സ് ഉണ്ടെങ്കിൽ നമ്മൾ പ്രോഫിറ്റ് ആവണമെന്നില്ല. ഈവൻ 1 lot ആണെങ്കിലും നല്ല പ്രോഫിറ്റ്സ് നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊക്കെ ട്രേഡിങ്ങിൻ്റെ ഏറ്റവും ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇവരൊക്കെ ഓർപ്പിച്ചു എന്ന് മാത്രം. ഞാനത് ഓർക്കുന്നതിനോടൊപ്പം അത് പറയുക കൂടി ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും അത് ഒന്ന് ഓർക്കാനൊരു അവസരം കൂടിയാണ്. യെസ്, ഒരു കൺഫർമേഷൻ വരുന്നുണ്ട്. സ്റ്റോക്ക് ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു മൊമെൻ്റാണ്. യെസ്, നമുക്കൊരു എൻട്രി എടുക്കാൻ പറ്റും. യെസ്, യെസ്, 2 lot എടുത്ത് 153 ആവറേജ് പ്രൈസ് ഉണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം. ആസ് ഓഫ് നൗ നമ്മളൊരു 2K പ്രോഫിറ്റിലാണ്. നമ്മൾ ആവറേജ് പ്രൈസ് 153.5. നമുക്ക് വെയിറ്റ് ചെയ്യാം. യെസ്, 3 lots നമ്മൾ എടുത്തിട്ടുണ്ട്. 159 ആയിട്ടുണ്ട് നമ്മുടെ ആവറേജ് പ്രൈസ്. ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത് 170ലാണ്.
ഇനി നമ്മൾ അടുത്ത പ്രാവശ്യം എടുക്കുമ്പം ഇതിൻ്റെ പ്രീമിയം നെക്സ്റ്റ് സ്ട്രൈക്ക് പ്രൈസിലേക്ക് നമുക്ക് കൊണ്ടുപോകേണ്ടതുണ്ട്. ഓൾറെഡി 170 പ്ലസിലേക്കെല്ലാം വന്നു കഴിഞ്ഞു. ഓക്കെ, 2K പ്രോഫിറ്റിലാണ് നമ്മൾ. 24,300 വന്നുകൊണ്ടിരിക്കുകയാണ് നിഫ്റ്റി. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം, നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റിക്കായിട്ട് വെയിറ്റ് ചെയ്യാം ആഡ് ചെയ്യാനായിട്ട്. അപ്പോൾ അതൊരു പുൾ ബാക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. നോ നമ്മുടെ പ്രോഫിറ്റ് ഓൾമോസ്റ്റ് കോസ്റ്റിലേക്ക് വന്നു. ഇപ്പോൾ ഒരു പുൾ ബാക്ക് വന്നിട്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഹോൾഡ് ചെയ്യാം, അല്ലെങ്കിൽ ഈ ഒരു പൊസിഷൻ സ്ക്വയർ ഓഫ് ചെയ്യേണ്ടി വരും. ഹയർ ഹൈ വന്നു കഴിഞ്ഞാൽ മൊമെൻറ്റം വരും എന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. യെസ്, ബൈയിങ് പ്രഷർ കാണുന്നുണ്ട് സ്പോട്ട് ചാർട്ട് നോക്കുമ്പോൾ. അതിൻ്റെതായ റിസ്ക്കും ഉണ്ട് എന്തായാലും. യെസ്, 172 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് റിവൈസ് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഓക്കെ, 71 ഗുഡ്. യെസ്, നമ്മൾ സ്റ്റോപ്പ് ലോസ് റിവൈസ് ചെയ്തു. അത് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിട്ടുണ്ട്. കൃത്യമായിട്ട് നമ്മൾ 171 സ്ക്വയർ ഓഫ് ചെയ്തു. 2.4K പ്രോഫിറ്റ്. നല്ലൊരു എക്സിക്യൂഷനാണ് ഈ ഒരു ട്രേഡിൽ നടത്താൻ പറ്റിയത്. അപ്പോൾ കൂടുതൽ ഹയർ സൈഡിൽ പോകുന്നതിന് മുമ്പ് ഒരു പുൾ ബാക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട്. അത് അറൗണ്ട് 24,240 ലെവലിലേക്കൊക്കെ ആയിരിക്കാം. അതുകൊണ്ട് ഇത് സ്ക്വയർ ഓഫ് ചെയ്യേണ്ടി വന്നത്. അപ്പോൾ ഇനിയുള്ളൊരു എൻട്രി ഈ ഒരു പുൾ ബാക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്ത ലെവലിലേക്ക് വരികയാണെങ്കിൽ കൺഫർമേഷന് ശേഷം നെക്സ്റ്റ് എൻട്രി എടുക്കാം. ഈ ഒരു മൊമെൻറ്റം എത്രത്തോളം പോകുമെന്നുള്ളത് നമുക്ക് നോക്കാം. ഹയർ ലെവൽസിൽ എടുക്കേണ്ടി വരുമെന്നുള്ളതും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. ആസ് ഓഫ് നൗ നമ്മൾ നല്ലൊരു ട്രേഡ് ലോവർ ലെവൽസും തന്നെ പിക്ക് ചെയ്യാനായിട്ട് പറ്റി. വൺസ് അത് റിവേഴ്സ് ചെയ്തപ്പോൾ തന്നെ നമുക്ക് എടുക്കാൻ പറ്റി. അപ്പോൾ 2.4K പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. നല്ല അഡീഷൻസ് നമുക്ക് ചെയ്യാൻ പറ്റി. 3 ഡോട്ട്സാണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്. ലാസ്റ്റ് ആഡ് ചെയ്തിട്ടുള്ള ഒരു എൻട്രി എന്ന് പറയുന്നത് അറൗണ്ട് 170 തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അത് 1.2 പോയിൻറ്റ്സ് പ്രോഫിറ്റ് കിട്ടിയിട്ടുള്ളൂ അതിനകത്ത്. എന്തായാലും നമുക്ക് കൃത്യമായിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത പ്രകാരം ഈ ഒരു കോൾ സൈഡുള്ള ട്രേഡിൽ നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് പറ്റി. 2.4K. നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റിക്കായിട്ട് വെയിറ്റ് ചെയ്യാം.